കാലിഫോർണിയയിലെ ഫൗണ്ടൻ വാലി മൃഗശാലയിൽ പെട്ടിയിൽ പാമ്പുകൾക്കൊപ്പം ഇരിക്കുന്ന ജീവനക്കാരന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. സൂ കീപ്പറായ ഡെയ് ബ്രൂവറാണ് കൂറ്റൻ പെരുമ്പാമ്പുകൾക്കൊപ്പം ഇരിക്കുന്നത്. പെരുമ്പാമ്പുകൾ ചുറ്റി വരിയുമ്പോഴും കൂളായി ഇരിക്കുകയാണ് ബ്രൂവർ. But to be honest, all these were raised from little babies. Oh, and they're really strong like that one that's going to leave me right now. They're all different colors. They come from basically Southeast Asia. They're the largest snakes in the world. And boy, there's some big ones in here. Okay, so this is what you call a handful of snakes. I can't... തത്സമയം ജ്യോതിഷ് മോഹനുണ്ട്. ഗുഡ് മോർണിംഗ് ജ്യോതിഷ്. ഗുഡ് മോർണിംഗ് മോദി. എനിക്കൊക്കെ ഇങ്ങനെ പാമ്പെന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാലേ ഞാൻ 1/2 കിലോമീറ്റർ ദൂരെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങളിൽ ഞാൻ നോക്കിയിട്ടേ ഇല്ല. ജ്യോതിഷിന് പാമ്പിനെ പേടിയുണ്ടോ? ഇത് കണ്ടപ്പോൾ എന്താ തോന്നിയേ? പാമ്പിനെ പേടിയുണ്ടോന്നല്ല, പാമ്പെന്ന് ഇതേപോലെ തന്നെ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പരിസരത്തേക്ക് പോകില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. അതിൽ എനിക്ക് കണ്ടപ്പോൾ എന്തോ ഭയങ്കര അത്ഭുതവും. കാരണം എന്നെക്കൊണ്ട് എന്തായാലും ഇങ്ങനത്തെ ഒരു ചിന്തിക്കാൻ പോലും പറ്റില്ല, ഒരു പാമ്പിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പോലും. കാരണം അപ്പുറത്തെ സൈഡിലൂടെ ഒരു ചേര പോകുമെന്ന് പറഞ്ഞാൽ പോലും ആ പരിസരത്തേക്കേ ഞാൻ പോകില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പോൾ ഈ പറയുന്ന ഇദ്ദേഹം കാലിഫോർണിയ സൂവിലെ അവിടുത്തെ ഒരു ജീവനക്കാരനാണ്. ഈ പാമ്പിനെ വളർത്തുന്നതൊക്കെ അദ്ദേഹമാണ്. പക്ഷേ എന്നാൽ പോലും ഇത് എത്ര വിഷമില്ലാത്ത പാമ്പാണെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഉള്ളിൽ അങ്ങനെ പാമ്പിൻ്റെ കൂടെ കഴിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ഭയങ്കരമായിട്ടുള്ളൊരു സാഹസികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അത് അത്ര ഭയാനകമായിരിക്കും. പക്ഷേ അവരത് സ്ഥിരമായി ചെയ്യുന്ന അല്ലെങ്കിൽ മൃഗങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്കത് വളരെ ഇഷ്ടമുള്ളതും വളരെ രസകരമായിട്ടുള്ള അവരുടെ ഒരു ജീവിത രീതിയുടെ ഭാഗമായിട്ട് തന്നെ അവർ ചെയ്യുന്ന തൊഴിലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കതൊരു രസമാണ്. പക്ഷെ നമുക്കതൊരു വളരെ ഭയാനകമായൊരു കാര്യമാണ്. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത്, നമ്മൾ നിരന്തരം ഈ വന്യജീവി മനുഷ്യ സംഘർഷത്തിൻ്റെ വാർത്തകൾ ഇങ്ങനെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ വരുന്നത്. കാരണം വന്യജീവി ആക്രമണത്തിൽ മനുഷ്യരും ആക്രമിക്കപ്പെടുന്നു, മനുഷ്യർ കൊല്ലപ്പെടുന്നു, തിരിച്ചു അതുപോലെ തന്നെ മൃഗങ്ങൾ ആക്രമിക്കപ്പെടുന്നു. അങ്ങനെയുള്ള നിരന്തരമായുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചയായി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ. ഇതൊരു കാണുമ്പോഴത്തേക്ക് ഇതൊരു സൗഹൃദ വീഡിയോ എനിക്ക് തോന്നുന്നത്. മനുഷ്യമൃഗ ഒരു സൗഹൃദത്തിൻ്റെ ഒരു മനോഹരമായൊരു ദൃശ്യം ഇതിലുണ്ട്. എനിക്ക് അത്തരത്തിലൊരു കാഴ്ചയാണ് ഇതിൽ നിന്നും കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് തോന്നിയ ഒരു കാര്യം. ഏതായാലും വീഡിയോ വളരെ വൈറലാണ്. സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ ഇതിൻ്റെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂത്തി.